Hi friends, welcome to RJ's physics classes. Motion along a straight line എന്ന ചാപ്റ്ററിൻ്റെ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചാപ്റ്ററിന് ശേഷം NCERTയിൽ കൊടുത്ത പ്രോബ്ലംസ് ചെയ്യാം. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് കുറേ ഉണ്ട്, അതിനുശേഷമുള്ള പ്രോബ്ലംസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഓക്കെ, സോ ബുക്കും പെന്നും എടുത്ത് റെഡി ആയിട്ടിരിക്കുക പ്രോബ്ലം ചെയ്യാൻ. NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെക്കുക. ഓക്കെ, ഇനി അഥവാ NCERT ബുക്ക് നമ്മളെ കയ്യിലില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ആപ്പ് നമുക്ക് മൊബൈലിൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ഫസ്റ്റ് ഇയർ പാർട്ട് 1 അതിൽ ഈ ചാപ്റ്റർ ഉണ്ടാവും, അതിലെ പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ യാത്ര തുടങ്ങാൻ റെഡി ആണല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് പറയണത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് നോക്കി അതിൻ്റെ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കണം. ഞാൻ കാര്യം പറയും, അത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ അത് അവതരിപ്പിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിച്ച് വൺ ക്യാൻ ബി കൺസിഡേർഡ് ആസ് പോയിന്റ് ഓബ്ജെക്റ്റ്? Out of the following, which one can be considered as point object? ഇതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് അവർ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ, എ ട്രെയിൻ കാരേജ് മൂവിങ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, എ monkey standing on the head of a man or a monkey sitting on the head of a man while he is cycling around a circular track smoothly. രണ്ടാമത്തെ. Third one, a cricket ball turning sharply on hitting on a ground. Okay, with respect to the point on the ground. And the fourth one, a tumbler falling on a table and rolls down. ഈ 4 എണ്ണത്തിൽ ഏതാണ് പോയിന്റ് ഓബ്ജക്റ്റ് ആയി ട്രീറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. First question, a train carriage moving between 2 stations. Second one, a monkey sitting on the head of a man who is circulating or he is cycling through a circular track smoothly. Third one, a cricket ball turning sharply on hitting on a ground. Based on that point ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. And the fourth one, a tumbler lying down on a table and falling down or rolling down. Okay, 100% ഉറപ്പിച്ചൂടെ? A train carriage moving between 2 stations can be considered as a projectile motion. ഒരു സൈക്കിൾ സ്മൂത്ത് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ട്രാക്ക് വൈഡർ ട്രാക്ക് ആയിരിക്കും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ട്രാക്ക് monkey can be taken as a point. സോ 2 പോയിന്റ് ഓബ്ജക്റ്റ് ആണ്. നിലത്ത് ഹിറ്റ് ചെയ്യണ പോയിന്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ ക്രിക്കറ്റ് ബോൾ പോയിന്റ് ഓബ്ജക്റ്റ് ആവുമോ? ഇല്ല, രണ്ടും ഒരേ സൈസാണ്. ഒരു ടേബിളിൻ്റെ സൈസ് എടുത്ത് നോക്കുമ്പോൾ ഒരു ടംബ്ലറിൻ്റെ സൈസ് ഒരിക്കലും എന്തായിട്ട് എടുക്കാൻ പറ്റില്ല, പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ക്യാൻ വി മൂവ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 3.2, ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 persons is like this. A and B are 2 students moving to their home after school time. Okay, an xt graph representing the motion of A and B. Then a question idana. First question, who will start first? Who will start first? Okay, first question adalla. First question, who will be closer to school? Second one, who will start first? Third one, who is moving with more velocity? Fourth one, who reaches the home first? Fifth question, who overtake, or is A overtake B or B overtake A? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ക്ലോസർ ടു സ്കൂൾ? സ്കൂളിനോട് അടുത്ത് ആരാണ് ഉണ്ടാവുക? നോ ഡൗട്ട് എ താമസിക്കേണ്ടത് ഇവിടെയാണ്, ബി താമസിക്കേണ്ടത് ഇവിടെയാണ്. സോ എ ഈസ് ക്ലോസർ.
Second question, who start first? A ആണോ B ആണോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. A or B, which one will start first? Answer A. Okay, and third one, who is more faster, A or B? A ആണോ B ആണോ more faster? No doubt B. Okay, നാലാമത്തെ question, who will reach the home first? No doubt A വീട്ടിലെത്തുന്ന സമയം ഇതാണ്, B വീട്ടിലെത്തുന്ന സമയം ഇതാണ്. So who will reach the home first? Reach home first. Okay, it's answer B. Then next question is A overtake B or reverse? A overtake B or reverse? Answer B overtakes A. B overtakes A. Okay, so രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ, പ്രശ്നമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കണം. Then we can move to third question, 3.3. Okay, a woman start from home at 9 a.m. 9 a.m. She walks with a velocity 5 km per hour. She walks with a velocity 5 km per hour to her office at a distance 2.5 km away. She stayed there up to 5 p.m. Then returns with a velocity 7.5 km per hour. Selecting proper coordinate, draw her XT graph. A woman starting from home at 9 a.m. She traveled with a velocity 5 km per hour to her office 2.5 km away. She stayed at the office up to 5 p.m. and come back with a velocity 7.5 km per hour. Taking proper coordinates or taking proper ideas, draw XT graph. Very simple an idea. 5 km per hour സ്പീഡിൽ ആ ലേഡി സഞ്ചരിക്കുകയാണെങ്കിൽ 2.5 കിലോമീറ്റർ എത്താൻ എത്ര സമയം എടുക്കും? 5 കിലോമീറ്റർ പെർ അവർ ആണ്. സോ 1 അവറിൽ 5 കിലോമീറ്റർ, അപ്പോൾ 2.5 കിലോമീറ്റർ എത്താൻ ഹാഫ് ആൻ അവർ മീൻസ് 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സ് എടുക്കും. തിരിച്ചു വരുമ്പോൾ 7.5 കിലോമീറ്റർ പെർ അവറിലാണ് ആ ലേഡി സഞ്ചരിക്കുന്നത്. 7.5 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിച്ചാൽ ഷീ ടേക്ക് 1/3 ഓഫ് ആൻ അവർ മീൻസ് 20 മിനിറ്റ്സ്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഈസി ആയിട്ട് വരച്ചൂടെ? ഇവിടെ 2.5 കിലോമീറ്റർ. ഓക്കെ, രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 9:30 ആ ലേഡി എവിടെ എത്തി? ഓഫീസിലെത്തി. ഓക്കെ, ഇനി 5 മണി വരെ ആ ലേഡി അവിടെ ഇരുന്നു. ഇതുവരെ ആ ലേഡി അവിടെ ഇരുന്നു. പിന്നെന്ത് ചെയ്യാണ്? 5:20 വീട്ടിലെത്തി. 5:20 വീട്ടിലെത്തി. ഓക്കെ, അപ്പം ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒന്നും കൂടി അടുത്തായിരിക്കും ഇവിടെ വരിക, കാരണം സ്പീഡ് കൂടിയിട്ടാണ് പോരണത്. ഓക്കെ, സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഇനി 3.4, a drunkard is moving such a way that he take 5 steps forward and 3 steps backwards. A drunkard is moving in such a way that he take 5 steps forward and 3 steps backwards. Each step has a length 1 meter and each step will take a time 1 second. Draw XT graph of this drunkard who is moving and falling down in a pit 13 meters away from him. Otherwise, how long he will take to fall in the pit? ഓക്കെ, സോ 2 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. പ്രോപ്പർ ഗ്രാഫ് വരയ്ക്കാൻ, പിന്നെ 13 മീറ്റർ ദൂരത്തുള്ള ടാങ്കിൽ എപ്പോൾ പോയി വീഴും. വളരെ സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻ. 5 സ്റ്റെപ്പ് മുന്നിലേക്ക് പോണ ഡ്രങ്കാർഡ് 3 സ്റ്റെപ്പ് പിന്നിലേക്ക് തന്നെ വരും.
അപ്പോൾ 5 മീറ്റർ മുന്നിലേക്ക് പോണ ഡ്രങ്കാർഡ് 3 മീറ്റർ പിന്നിലേക്ക് പോയിരുന്നു. സോ 8 സെക്കൻഡ് കൊണ്ട് ആ ഡ്രങ്കാർഡ് സഞ്ചരിച്ചത് 2 മീറ്ററാണ്. 8 സെക്കൻഡ് കൊണ്ട് 2 മീറ്റർ. അപ്പോൾ 8 മീറ്റർ എത്താൻ ആ ഡ്രങ്കാർഡ് എത്ര സമയം എടുക്കും? 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടും. 8നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 32 സെക്കൻഡ്സ്. അയാൾക്ക് പോയി വീഴാനുള്ള പിറ്റ് 13 മീറ്റർ ദൂരത്താണ്. സോ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആടി നടന്ന് പോയിട്ട് 8 മീറ്റർ എത്താൻ അയാൾ 32 സെക്കൻഡ് എടുക്കും. ഓക്കെ, 8 മീറ്റർ എത്താൻ അയാൾ എടുക്കുക 32 സെക്കൻഡാണ്. അയാൾക്ക് മൊത്തം പോയി വീഴാനുള്ള പിറ്റ് 13 മീറ്റർ ദൂരത്താണ്. സോ ഇവിടുന്ന് 5 മീറ്റർ പോകുമ്പോൾ തന്നെ ആ ഡ്രങ്കാർഡ് എന്ത് ചെയ്യും? ആ പിറ്റിൽ പോയി വീഴും. സോ ഇനി അയാൾ എടുക്കുന്ന സമയം വെറും 5 സെക്കൻഡാണ്. സോ ടോട്ടൽ ടൈം ടേക്കൺ വിൽ ബി 32 + 5 37 സെക്കൻഡ്സ്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് 13 മീറ്റർ ആണ്. അതിൽ നിന്ന് ഡ്രങ്കാർഡിൻ്റെ ഫോർവേഡ് മോഷൻ മൈനസ് ചെയ്യാം. 13 - 5 8 മീറ്റർ. സോ 8 മീറ്റർ വരെ മൂപ്പര് ആടിയിട്ടാണ് നടന്നു പോവുക. 8 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പോക്കാണ്. അപ്പം തന്നെ അയാൾ പോയി വീഴും, പിന്നെ തിരിച്ചു വരില്ല. ഓക്കെ, സോ അതുവരെ ഫോർവേഡ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മൂവ് ചെയ്യുക. 8 മീറ്റർ എത്താൻ 32 സെക്കൻഡ് എടുക്കും. പിന്നെ അയാൾ പോണത് ഒരൊറ്റ പോക്കാണ്. ആ 5 മീറ്ററിൽ അയാൾ എന്ത് ചെയ്യാം? ആ പിറ്റിൽ പോയി വീഴും. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ XT ഗ്രാഫ്. ഓക്കെ, ഇവിടെ 2 4 6 8 10 12 14. ഇവിടെ 4 8 12 16 20 24 28 32 36. ഇങ്ങനെയാണ് നമ്മൾ വരച്ചതെന്ന് വിചാരിക്കുക. 0 ടൈമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 5 സെക്കൻഡ് കൊണ്ട് അയാൾ 5 മീറ്റർ ദൂരത്തെത്തി. ഇവിടെ 4ലെ കുറച്ച് മുകളിൽ, ഇതിൻ്റെ 4ൻ്റെ കുറച്ച് പുറം. സോ 5 സെക്കൻഡ് കൊണ്ട് ഡ്രങ്കാർഡ് 5 മീറ്റർ ദൂരത്തെത്തി. ഇനി 2 മീറ്റർ പിന്നിക്ക് തന്നെ പോവില്ലേ? ഓക്കെ, അപ്പോൾ 8 സെക്കൻഡ് കൊണ്ട് അയാൾ തിരിച്ചെവിടെ എത്തി? 3 മീറ്ററിലെത്തി. 3 അല്ല 2 മീറ്ററിലെത്തി. സോ 5 മീറ്റർ മുന്നിലേക്ക് പോയ ഡ്രങ്കാർഡ് 2 മീറ്ററിലേക്ക് തിരിച്ചെത്തി. ഓക്കെ, 8 സെക്കൻഡ് കൊണ്ട് 2 മീറ്ററിൽ തിരിച്ചെത്തി. ഇനി അടുത്ത 5 സെക്കൻഡ് കൊണ്ട് ഈ 2ന്ന് അയാൾ 7 മീറ്റർ വരെ എത്തും. ഓക്കെ, സോ അടുത്ത 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 13 സെക്കൻഡ് കൊണ്ട് അയാൾ എവിടെ എത്തിച്ചേരും? 7 മീറ്ററിൽ എത്തിച്ചേരും. ഇവിടുന്ന് തിരിച്ച് 3 സെക്കൻഡ് ഇങ്ങോട്ട് തന്നെ പോവും. അപ്പോൾ അയാൾ തിരിച്ച് എവിടെ എത്തിച്ചേരും? ഇപ്പോൾ അയാൾ നിൽക്കുന്നത് 7 മീറ്ററിലാണ്. ഈ 7 മീറ്ററിൽ നിന്ന് 3 പിന്നിലേക്ക് പോവും. സോ 16 സെക്കൻഡ് കൊണ്ട് 4 മീറ്ററിലെത്തും. 4 മീറ്ററിലെത്തി. ഇനി അടുത്ത 5 സെക്കൻഡ് മുന്നിലേക്കാണ് പോവാം. സോ 16ഉം 5ഉം 21. സോ 9 മീറ്റർ ദൂരത്തെത്തും. ഈ 9 മീറ്റർ ദൂരത്തുനിന്ന് പിന്നെന്ത് ചെയ്യും? 24 എത്തുമ്പോഴേക്കും അയാൾ 6-ലെത്തിയിട്ടുണ്ടാവും. ഓക്കെ, 6 മീറ്റർ ദൂരത്തെത്തും. ഓരോന്നും 2 മീറ്റർ വെച്ചിട്ടല്ലേ. ഇനി അടുത്ത 5 മിനിറ്റ് കൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഈ 6 - 5 11 മീറ്റർ ദൂരത്തെത്തും. ഓക്കെ, സോ ഇവിടെ ഉള്ളത് 24 - 5 29 സെക്കൻഡ് ആകുമ്പോഴേക്കും അയാൾ 11 മീറ്റർ ദൂരത്തെത്തിയിട്ടുണ്ടാവും. ഇവിടെ 9 മീറ്റർ ദൂരത്തെത്തും, 11 മീറ്റർ ദൂരത്തെത്തും. ഇനി അടുത്ത 3 സെക്കൻഡ് കൊണ്ട് 32-ലെത്തുമ്പോൾ അയാൾ എവിടെ എത്തിച്ചേരും? 8 മീറ്ററിൽ എത്തിച്ചേരും. ഓക്കെ, ഇനി എളുപ്പമല്ലേ? 8 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പോക്കാണ് 13ലേക്ക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 37 സെക്കൻഡിൽ അയാൾ എന്ത് ചെയ്യും? ആ പിറ്റിൽ പോയി വീഴും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഐഡിയ ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞ് കൃത്യമായിട്ട് ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ നമുക്കറിയാം. നോ പ്രോബ്ലം വിത്ത് ദ ഗ്രാഫ്. ഓക്കെ, ഇനി 3.5
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. എ ജെറ്റ് പ്ലെയിൻ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 500 km/h. A jet plane moving with a velocity 500 km/h. The product of combustion move back with a velocity 1500 km/h with respect to jet plane. Okay, the gas ejecting with a velocity 1500 km/h with respect to jet plane. Find the velocity of ejected gas. One question. Jet plane velocity 500 km/h. A jet plane is moving with a velocity 500 km/h. The gas ejecting with a velocity 1500 km/h with respect to jet plane or relative to jet plane. Then what is the velocity of ejected gas? Very simple. 500 plus V equal to 1500. നമുക്കറിയാലോ, രണ്ട് ഓബ്ജക്റ്റുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി V1 plus V2. Okay, then V അപ്പോൾ ഈസി ആയിട്ട് കിട്ടില്ലേ? V equal to 1500 minus 500. Answer is 1000 km/h. This is the velocity of ejected gas. പറഞ്ഞ ലോജിക് കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, then can we move to next question? ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. A car moving with a velocity 3.6. A car moving with a velocity 126 km/h comes to rest at a distance 200 meter. A car moving with a velocity 126 km/h comes to rest at a distance 200 meter. Find the retardation produced by the engine and how long does it take to stop? A car moving with a velocity 126 km/h, it comes to rest at a distance 200 meter. Find the retardation produced by the engine and how long does it take to stop? How long means എത്ര സമയം? Initial velocity തന്നു 126 km/h means 35 meter per second. എങ്ങനെ കിട്ടിയെന്നറിയാലോ? 126 into 5/18. Okay, then final velocity തന്നു, displacement തന്നു, acceleration കണ്ടൂടെ -u²/2a. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ v² equal to u² plus 2s. Okay, so a equal to very sorry 2s. Okay, ഇതിൽ v എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി 0, so 2as equal to -u², so a equal to -u²/2s. So you will get the answer -35 into 35 divided by 2 into 200 നെ 25 into 8 എന്ന് വിളിക്കാം. Okay, so ഇത് 5, ഇത് 7. So you will get the answer -49 divided by 16, 3.06 meter per second square with a negative sign, -3.06 meter per second square. That is the required retardation. Okay, retardation എന്ന് പറയുമ്പോൾ എന്ത് മതി? 3.06 മതി. Retardation is 3.06 meter per second square. Acceleration is -3.06 meter per second square. Then how long does it take to stop? Non question. നമുക്കറിയാം v equal to u plus at. Again v0 ആണ്. So t equal to -u divided by a. ആ മൈനസ് സൈൻ്റെ ആവശ്യമില്ല, കാരണം a ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. So 35 divided by 3.06. You will get the answer 11.4 seconds. 11.4 seconds. Okay, 3.7th question.
two trains A and B, two trains A and B, each of length 400 meter, are moving through parallel track in the same direction. Two trains A and B of length 400 meter each, moving through parallel track in the same direction with A ahead of B. With A ahead of B with a velocity 72 kilometer per hour. With a velocity 72 kilometer per hour. Driver of B decides to overtake A and accelerate the train at the rate 1 meter per second square. If after 50 seconds guard of B brushes past driver of A, if after 50 seconds guard of B brushes past driver of A, what was the original distance between them? Question clear alle? Two trains each of length 400 meter are moving in parallel track in the same direction with velocity 72 kilometer per hour with A ahead of B. A മുന്നിലും B പിന്നിലും. Driver of B decide to overtake A and accelerate at the rate of 1 meter per second square. If after 50 seconds guard of B brushes past driver of A, what was the original distance between them? What was the original distance between them? പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ ഡിസ്റ്റൻസിനെ ഞാൻ എസ് എടുക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ കേസിൽ രണ്ട് ട്രെയിനും സഞ്ചരിക്കണത് ഒരേ വെലോസിറ്റിയിലാണ്, 20 മീറ്റർ പെർ സെക്കൻഡ്. ഈ വെലോസിറ്റിയിലാണ് രണ്ട് ട്രെയിനുകളും സഞ്ചരിക്കേണ്ടത്, 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റിയിൽ. 50 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഓവർടേക്കിംഗ് നടക്കുന്നത്. ഓക്കെ, സോ 50 സെക്കൻഡ് കൊണ്ട് ഈ ട്രെയിൻ എത്ര ദൂരം എത്തിയിട്ടുണ്ടാവും? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി ഇൻറ്റു ടൈം, സോ 50 ഇൻറ്റു 20 1000 മീറ്റർ. സോ ഈ ട്രെയിൻ 1000 മീറ്റർ ദൂരം എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ബി എന്ന് പറഞ്ഞ ട്രെയിനിന് എനെ ഓവർടേക്ക് ചെയ്യണം. അങ്ങനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് 1000 മീറ്റർ എന്ന് വിചാരിച്ചോളൂ. ഇതിൻ്റെ ബാക്കത്തെ ആളല്ലേ ഇതിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, സോ 1000 മീറ്റർ, ഒരു 0 ഞാനവിടെ കുറച്ചു, 1000 മീറ്റർ പ്ലസ് 400 പ്ലസ് എസ് പ്ലസ് 400 എന്ന് പറഞ്ഞാൽ എത്രയായി? ഈ ബി സഞ്ചരിക്കേണ്ട ദൂരം 1000 പ്ലസ് 400 പ്ലസ് എസ് പ്ലസ് 400. ഇത്രയും ദൂരം എ സഞ്ചരിക്കണം, സോറി എ അല്ല ബി സഞ്ചരിക്കണം. എ ആകെ 1000 മീറ്റർ സഞ്ചരിച്ചാൽ മതി. 1000 പ്ലസ് 400 പ്ലസ് എസ് പ്ലസ് 400, ഇതാണ് ബി സഞ്ചരിക്കേണ്ട ദൂരം. ഓക്കെ, സോ 1800 പ്ലസ് എസ്, ഇതാണ് ബി സഞ്ചരിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഓക്കെ, സോ 20 ഇൻറ്റു 50 പ്ലസ് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 50 സ്ക്വയർ. സോ 1800 പ്ലസ് എസ് ഇസ് ഈക്വൽ ടു 1000 പ്ലസ് 1250. അപ്പോൾ നമുക്ക് കിട്ടുക എന്താണ്? എസ് ഈക്വൽ ടു 2250 minus 1800. Answer is 450 meter. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? രണ്ട് ട്രെയിൻ ഉണ്ട്, ഒന്നാമത്തെ ട്രെയിൻ എ, രണ്ടാമത്തെ ട്രെയിൻ ബി. ഇതിങ്ങനെ ഒരേ ട്രാക്കിൽ പോവാണ്, ഇതിങ്ങനെ പോണു, ഇതിങ്ങനെ വരുന്നു. Then guard of B brushes past driver of A. പി എ എന്ന് പറഞ്ഞതിൻ്റെ ടിപ്പ് 1000 മീറ്റർ സഞ്ചരിച്ചു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലാണ് ഈ 400.
ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് എസ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് 400, ഇയാളാണ് മുന്നിലേക്ക് എത്തണേ. സോ 1000 പ്ലസ് 400 പ്ലസ് എസ് പ്ലസ് 400, 1800 പ്ലസ് എസ് is equal to ut plus half at square. You have the relation s is equal to ut plus half at square. ഓക്കെ, അപ്പം നമുക്ക് എസ് കിട്ടും. പക്ഷേ NCERTൻ്റെ ബാക്കിൽ ആൻസർ നോക്കിയാൽ ആൻസർ ഉണ്ടാവുക 1250 മീറ്റർ എന്നാവും. NCERTയുടെ വളരെ സുന്ദരമായ നൊട്ടേഷൻസ് ആണത്. ഓക്കെ, അതിൻ്റെ ഐഡിയ സിമ്പിളാണ്. അവർ ചോദിച്ച ചോദ്യം ഭയങ്കര രസമാണ്. ഇഫ് ആഫ്റ്റർ 50 seconds ഗാർഡ് ഓഫ് ബി ബ്രഷസ് പാസ് ഡ്രൈവർ ഓഫ് എ, വാട്ട് വാസ് ദ ഒറിജിനൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? ആരായി ദം? ഗാർഡ് ഓഫ് ബി ബ്രഷസ് പാസ് ഡ്രൈവർ ഓഫ് എ. സോ ദം എന്ന് പറയണത് ബിൻ്റെ ഗാർഡും എൻ്റെ ഡ്രൈവറും. ഓക്കെ, എൻ്റെ ഡ്രൈവർ ഇവിടെയാണ്. ഇത് 400 മീറ്റർ ഉണ്ട്. ഇത് എത്രയാണ്? ഇവിടെ നമുക്ക് കിട്ടി ഇത് 450 ഇതും 400 മീറ്റർ ഉണ്ട്. സോ 400 പ്ലസ് 400 പ്ലസ് 450, യു വിൽ ഗെറ്റ് ദി ആൻസർ 1250 മീറ്റർ. ഗോട്ട് ദ ലോജിക്? സംശയമൊന്നുമില്ലല്ലോ, വളരെ ഈസിയാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 450 ആണ്, ബട്ട് ദ ഫൈനൽ ആൻസർ ഈസ് 1250 meters. And the reason ഇതാണ് 450, അതിന് 400 മീറ്റർ മുന്നിലാണ് ഡ്രൈവർ, ഇവിടെ 400 മീറ്റർ പിന്നിലാണ് ഗാർഡ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരിക? 1250 മീറ്റർ എന്ന് വരും. ലോജിക് ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ നമ്പർ 3.7 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി 3.8. On a 2-lane road, രണ്ട് വരി പാത, a car A is moving with a velocity 36 km/h. On a 2-lane road, a car is moving with a velocity 36 km/h. Two cars B and C moving towards A with velocities 54 km/h. 54 km/h. At the time, the separations are 1000 meter or 1 kilometer each. Question clear alle? On a 2-lane road, A moving with a velocity 36 km/h. Two cars B and C approaching towards A with velocities 54 km/h when the separations are 1 kilometer each from A. Okay, driver of B decides to overtake A before C does it. Driver of B decides to overtake A before C crossing A. What should be the minimum acceleration of the B required for the process? What should be the minimum acceleration of B required to make it happen? Means B has to overtake A before C crossing A. Okay, നോക്കാം. 36 km/h means 10 meter per second. 54 km/h means 15 meter per second. Okay, so ഇവർ രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി 25 meter per second. റിലേറ്റീവ് വെലോസിറ്റിന്റെ കേസ് നമുക്കറിയാം, മേക്ക് വൺ അറ്റ് റെസ്റ്റ് ആൻഡ് ദ അതർ ഈസ് മൂവിങ് വിത്ത് റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ എ റെസ്റ്റിലാണ്, ബി സഞ്ചരിക്കണത്, സി സഞ്ചരിക്കണത് 25 meter per second. സോ 1000 meter ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും? സമയം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ഓർ 1000 divided by 25, ആൻസർ ഈസ് 40 seconds. 40 സെക്കൻഡ് കൊണ്ടാണ് സി ക്രോസ് ചെയ്ത് പോവുക. അപ്പൊ ബിക്ക് എന്ത് വേണം? ഈ 40 സെക്കൻഡിന് മുന്നേ എന്നെ ഓവർടേക്ക് ചെയ്ത് കയറണം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് മീൻസ് 1000
ഈക്വൽ ടു യു നമുക്കറിയാം എത്രയാണ് 15. ശരിയല്ലേ? 15 അല്ല. എന്താ 15 അല്ലാത്ത? ഇതിന് 10 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 15 മീറ്റർ പെർ സെക്കൻഡ്, ഒരേ ഡയറക്ഷനിലാണ്. സ്വാഭാവികമായിട്ടും റിലേറ്റീവ് വെലോസിറ്റി വരിക ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ മൈനസ് ചെയ്യണം. 5 ഇൻറ്റു 40 പ്ലസ് ഹാഫ് എ ഇൻറ്റു 40 സ്ക്വയർ. ഓക്കെ, സോ 5 ഇൻറ്റു 40 200. ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 800 ഇസ് ഈക്വൽ ടു 40 സ്ക്വയർ 1600 by 2, 800A. Okay, 800 equal to 800A, so A is equal to 1 meter per second square. That is the required answer. Got it? പ്രശ്നമൊന്നുമില്ലല്ലോ.